ഫ്രണ്ട്സ്, ഡണ്ടിയിലെ വിശേഷങ്ങൾ തീരുന്നില്ല. അന്ന് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുള്ള പിന്നെ ഇടാൻ എനിക്ക് സമയം കിട്ടിയില്ല. നമ്മുടെ ജീവിതം ഒരു റോളർ കോസ്റ്റർ പോലെയല്ല. ചില ദിവസം ഭയങ്കര തിരക്ക്, അതങ്ങ് ആകാശം വരെ പൊങ്ങും. പിന്നെ ചിലപ്പം താന്ന് വരും, നല്ല റിലാക്സ് ആയിരിക്കും. അപ്പം ഇന്ന് ഇടാമെന്ന് ഞാൻ വെച്ചു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാണെന്നറിയാം, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവിടം വരെ ചെന്നല്ലേ, കണ്ടിട്ടേ പോരുന്നുള്ളൂ. നോക്കിയേ, ക്യാമ്പർ ഡൗൺ കൺട്രി പാർക്കിലാണ് എൻ്റെ ഫ്രണ്ട്സ് ഉള്ളത്. അപ്പം നിങ്ങളും പോരുമല്ലേ, നിങ്ങളെ കൂടെ കാണിക്കണ്ടേ. അവരെ കാണാനായിട്ട് ഞാൻ വേഗം പോവുകയാണ്. അകത്തോട്ട് കടന്നപ്പോഴത്തെ മനസ്സിൻ്റെ ഒരു കുളിർമയൊന്നും പറയണ്ട. പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ രണ്ട് സൈഡിൽ. അത് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അത് എവിടെ ചെന്നാലും എന്നെ ഭയങ്കരമായിട്ടും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം തന്നെയാണത്. അങ്ങനെ അവിടെ ചെന്നു. വൈൽഡ് ലൈഫ് സെൻറ്ററിലാണ് 12 പൗണ്ടോ ഏതാണ്ട് ഒരാൾക്ക് കൊടുക്കണം. ഞാൻ കൃത്യമായിട്ട് ഓർത്ത് 12 13 അങ്ങനെ നോക്കി. എൻ്റെ ഫ്രണ്ട്സ് എന്നെ കണ്ടത് ഓടി വന്നു. അയ്യോ, എന്നാ ഒരു സന്തോഷമെന്ന് നോക്കിക്കേ. അയ്യോ, ഇതൊക്കെയാണ് സ്നേഹമെന്ന് പറയുന്നത്. അങ്ങനെ അവരെയൊക്കെ കണ്ടേച്ചാൽ ഞാൻ മുന്നോട്ട് നടന്നു. ഇതുണ്ടോ ആട്, പണ്ടൊക്കെ ഒന്ന് ആടിനെ നോക്കാവോ എന്ന് ചോദിച്ചാൽ പോലും നോക്കിയാൽ നമ്മളാണ് ഇപ്പോൾ പൈസ കൊടുത്ത് ആടിനെ കാണാൻ പോയിരിക്കുന്നത്. ആമാ, അതിനെയൊക്കെ കണ്ട നമ്മൾ തിരിഞ്ഞു നോക്കുമായിരുന്നോ പണ്ട്. ഇപ്പോൾ എന്തൊരു ഇതല്ലേ. ഈ സാധനം ഉണ്ടല്ലോ, ഉറുമ്പ് തീനിയാണ് എൻ്റെ ഭർത്താവ്. ഇതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എവിടെയാണെങ്കിലും ഉറുമ്പ് തിന്നോളൂല്ലോ. അത് അവറ്റകളെ ഒരെണ്ണത്തിനെ കിട്ടിയായിരുന്നു, സൂപ്പറായിരുന്നു എന്ന് ഞാൻ ഓർത്തു. അയ്യോ, സുന്ദരി പക്ഷികളെ കണ്ടാൽ നമുക്ക് വിട്ട് കളയാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കരടിയാണെങ്കിൽ അവിടെ വെള്ളം കെട്ടിയിട്ടിട്ടുണ്ട്. അത് കുളിച്ച് ഫേഷ്യലൊക്കെ ചെയ്ത് അങ്ങനെ ഉണങ്ങാൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ അതിലേ ചെന്നത്. പിന്നെ അന്നേരത്തേന് സൂര്യൻ അങ്ങ് തെളിഞ്ഞു കേട്ടോ. അപ്പം ഒരാഴ്ചേൻ്റെ മോളും ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഓസ്ട്രിച്ച് ഒട്ടകപ്പക്ഷി, അവറ്റകളെയൊക്കെ പെരക്കകത്ത് കയറ്റാൻ തുടങ്ങുന്ന സമയമായിരുന്നു. തീറ്റയൊക്കെ കൊടുത്ത്. പിന്നെ കണ്ടോ പന്നിക്കുട്ടന്മാരോടൊക്കെയുള്ള സ്നേഹം. നാട്ടിലൊക്കെ വഴിയിൽ കൂടെ പണ്ട് നടക്കുന്ന പന്നിക്കുട്ടന്മാരെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇപ്പോഴത്തെ സ്നേഹം കണ്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങ് വന്നപ്പോഴത്തേക്കും മടുത്തു. അപ്പം നമുക്കൊരു കാപ്പി കുടിക്കാം. അപ്പം മുടിഞ്ഞ സൗകര്യം, അളിഞ്ഞ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ ഡ്രൈവ് ത്രൂ കൂടെ കയറി മക്ഡൊണാൾഡ്സിൽ നിന്നൊരു കാപ്പി മേടിച്ച് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ബീച്ചിലേക്കാണ്. എൻ്റെ പൊന്നെ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. മിസ്റ്റാണെങ്കിലും നോക്കിക്കേ, ശാന്തമായിട്ടുള്ള ബീച്ചിലേക്ക് പോയി. അവിടെ ഒയ്യോ എന്നാ രസമാണെന്ന് നോക്കിക്കേ. വെള്ളം അടിച്ച് എനിക്ക് ഭയങ്കര പേടിയായി തിര വരുന്നത്. പക്ഷേ എന്നാലും ഞാൻ അവിടെ പോയി നിൽക്കുകയാണ്. അയ്യോ, അവിടുത്തെ സൂര്യൻ ഇങ്ങനെ താന്നു വരുന്നത് കാണാനായിട്ട് എന്നാ ഒരു ഭംഗിയാണ്. വിഷ്വൽ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ടൗണിൻ്റെ അതിലേ വന്നു. എന്തിനാണെന്നോ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, വിശക്കുന്നുണ്ട്. കുറേ നേരമായില്ലേ ഈ നടപ്പ് തുടങ്ങിയിട്ട്. അപ്പം ടൗണിലൊന്നും കാര്യമായ തിരക്കോ ഒന്നുമില്ല. നമുക്ക് മിലാസ് ഒരു ടർക്കി ഈ റെസ്റ്റോറൻ്റാണ്. വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്ക് നോയമ്പായതുകൊണ്ട് എൻ്റെ കാര്യം ചീറ്റിപ്പോയി. പക്ഷേ ഇവരുടേതൊക്കെ നല്ലതാണ്. മെനു അങ്ങനെ കാണാതെ പഠിക്കുകയാണ്. അത് ഇനി എല്ലാവരും കൂടെ ഏത് ഹോട്ടലിലെ പറയാൻ പറഞ്ഞാലും എല്ലാവരും പറയും. അതാണ് ഇത്. പിന്നെ ഒരു ബിയറൊക്കെ രാജാന് വന്നു. അതിങ്ങനെ പതഞ്ഞ് പൊന്തുകയാണ്. അതുപോലെ വയറ്റിലെ വിശപ്പും പതഞ്ഞ് പൊന്തുന്നുണ്ട് കേട്ടോ. ഇച്ചിരി സമയം എടുക്കുമല്ലോ ഫുഡ് വരാൻ. അവരിങ്ങനെ ചിക്കൻ്റെ റെസിപ്പിയൊക്കെ നോക്കി അതൊക്കെ അവർ ഓർഡർ ചെയ്തു. ഞാനൊരു വെജിറ്റബിൾ ബ്രിഞ്ചാളും ഒണിയനും പിന്നെന്താ ടൊമാറ്റോ ഒരു സോസും കൊണ്ടാണ്. വലിയൊരു കുണമെന്ന് പറയാനില്ലായിരുന്നു. പിന്നെ ഒരു ബ്രെഡും അതിനൊരു സോസും കിട്ടി. അത് തിന്നൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലോ ജീവിതം. ഇങ്ങനെ അതൊക്കെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് രുചിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് എൻജോയ് ചെയ്താന്ന് നോക്കിയാൽ. ഭക്ഷണത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് കഴിക്കും. എൻ്റെ കഴിപ്പൊക്കെ പെട്ടെന്ന് തീർന്നു കേട്ടോ. കാരണം വലിയൊരു മേന്മ പറയാനില്ലല്ലോ. പെട്ടെന്ന് തന്നെ അവർ പാത്രമൊക്കെ കാലിയാക്കി കൊടുത്തു. ഇതാണ്ടേ ബില്ല് അപ്പോഴത്തേക്കും വന്നു കഴിഞ്ഞു. ബില്ല് കൊടുത്തില്ലേ അവിടെ പാത്രം കഴുകാൻ നിർത്തും. അതുകൊണ്ട് ബില്ല് കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ സ്റ്റാഫിനെ നോക്കിയിരിക്കുകയാണ്. ബില്ലൊക്കെ കൊടുത്തേച്ച് ഞങ്ങൾ പിന്നെ അടുത്ത കാഴ്ച കാണാൻ പോയത്. അയ്യോ, അതൊരു സൂപ്പർ കാഴ്ച തന്നെയായിരുന്നു. ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇത് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ സെക്കൻഡ് വേൾഡ് വാറിൽ മരിച്ചവരെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ അവിടെ എൻ്റെ ചുറ്റും കൊണ്ടുപോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വെച്ച് അവിടെ നിന്ന് കഴിയുമ്പോൾ സൺസെറ്റ് നല്ല സൂപ്പറായിട്ട് കാണാം. അതും പോരാഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് ഡണ്ടിയിൽ കൂടെ പെട്രോളും കത്തിച്ച് നടന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. അവിടെ ചെന്നാൽ ആ ഡണ്ടി മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, എന്താ എളുപ്പം അല്ലേ. എല്ലാം ഒരു വിരൽത്തുമ്പിൽ എന്ന് പറഞ്ഞ പോലെ എന്ത് എളുപ്പമുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി പേരവിടെ വരുന്നുമുണ്ട് കാണാൻ. എല്ലാം നന്നായിട്ട് കാണാം. മാത്രമല്ല അവിടുത്തെ സൺസെറ്റാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് കാണാനും ഒത്തിരി പേര് വരുന്നുണ്ട്. അങ്ങനെ അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഫോട്ടോ എടുത്തു. അതാണല്ലോ നമ്മുടെ മെയിൻ ഉദ്ദേശം.
സൂര്യൻ്റെ ഇപ്പുറത്തോട്ട് തിരിഞ്ഞും സൂര്യൻ്റെ അപ്പുറത്തോട്ട് തിരിഞ്ഞും ഒക്കെ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന സമയങ്ങളൊന്നും നമ്മൾ പാഴാക്കി കളയരുത്. പിന്നെ നമ്മളിരുന്ന് ഓർത്താലൊന്നും ചിലപ്പോൾ കിട്ടിയെന്നിരിക്കുകയില്ല. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യണം. നിങ്ങളും എൻജോയ് ചെയ്യണം കേട്ടോ. കണ്ടോ സൂര്യനൊക്കെ അസ്തമിച്ച് നമുക്ക് വീട്ടിൽ പോകാറായി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.